ശ്രുതിയുടെ മുമ്പിൽ വെച്ച് അമ്മേനെ ആദ്യമോനെ അപമാനിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇത് കേട്ട് ശ്രുതിക്കാകെ വിഷമമാകുന്നു. ഇതേസമയം സച്ചിൻ രേവതി അവിടെ എത്തുകയും സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ചന്ദ്രമതി വീണ്ടും അവരെ അപമാനിക്കുമ്പോൾ ശ്രുതി അറിയാതെ ചന്ദ്രമതിയോട് ശബ്ദമുയർത്തുന്നു. അതോടെ അവരെ പുറത്താക്കാൻ ശ്രുതി നടത്തിയ പ്ലാനിങ്ങിനെ പറ്റി ചന്ദ്രമതി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു പറയുന്നു. ഇത് കേട്ട് സച്ചി ശ്രുതിക്കും കണക്കിന് കൊടുക്കുന്നു. ശേഷം അമ്മേനെ ആദ്യമോനെ കൊണ്ട് സച്ചിൻ രേവതിയും അവിടെ നിന്നും പോകുന്നു. പിന്നീട് മുറിയിലെത്തി സങ്കടപ്പെട്ട് കരയുന്ന ശ്രുതിയെ കാണിക്കുന്നു. തുടർന്ന് അവിടെ എത്തുന്ന ശ്രുതി അമ്മേനെ ആദ്യമോനെ അപമാനിക്കുന്നത് കേട്ട് ശ്രുതിക്കാകെ ദേഷ്യം വരികയും ശ്രുതിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് കേട്ട് ശ്രുതി അന്തം വിട്ടു പോകുന്നു. ശേഷം പാർലറിലേക്കാണെന്ന് പറഞ്ഞ് ശ്രുതി പോകുന്നതോടെ ശ്രുതിക്ക് എന്തോ മാറ്റമുണ്ടെന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് 2 ദിവസം കൂടി കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാമെന്ന് സച്ചിൻ രേവതിയും അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മ അത് വേണ്ട എന്ന് പറയുന്നു. ശേഷം സച്ചിൻ രേവതിയും മെഡിസിൻ മേടിക്കാൻ പോവുകയും പോകുന്ന വഴിക്ക് ആദ്യമോനെ പറ്റി സംസാരിക്കുകയും ഞാനൊരു ജൂനിയർ സച്ചിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് സച്ചി രേവതിയോട് പറയുകയും ചെയ്യുന്നു. പിന്നീട് ഡോക്ടർ വന്ന് ബാൻഡേജ് അയക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രുതി അവിടെ എത്തുകയും ആദ്യമോൻ ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു. ശേഷം ഡോക്ടർ അവിടെ നിന്നും പോകുമ്പോൾ ശ്രുതി ആദ്യമോനെ കെട്ടിപ്പിടിക്കുകയും മോന് സന്തോഷമായില്ലേന്നും ചോദിക്കുന്നു. ശേഷം ശ്രുതി ആദ്യമോനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടുവരുന്ന രേവതി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.